Dear students, today we are going to discuss about a very important concept in matrix, that is adjoint matrix. What is adjoint of a matrix? Adjoint of a matrix is the transpose of its cofactor matrix. Cofactor matrixന്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? കോഫാക്ടർ മെട്രിക്സ് ഈസ് ദി മെട്രിക്സ് ഫോംഡ് ബൈ ദി കോഫാക്ടേഴ്സ് ഓഫ് ദി കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ്. ഒരു മെട്രിക്സിലുള്ള ഓരോ എലിമെൻസിനും അതിൻ്റെ കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് ആ കോഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോം ചെയ്യുന്ന മെട്രിക്സിനെയാണ് കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. ആ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? സാധാരണയായിട്ട് നമ്മൾ മെട്രിക്സിൽ എലിമെൻസിനെ നെയിം ചെയ്യുന്നത് A11, A12, A13 എക്സെട്ര എക്സെട്ര. അതുപോലെ സെക്കൻഡ് റോയിൽ A21, A22, A23 എക്സെട്ര എക്സെട്ര. അതേപോലെ തേർഡ് റോയിൽ A31, A32, A33 എക്സെട്ര എക്സെട്ര. അങ്ങനെ ഫോർത്ത് റോ, ഫിഫ്ത്ത് റോ, അങ്ങനെയാണ് നമ്മൾ മെട്രിക്സിനകത്തുള്ള എലിമെൻസിനെ നെയിം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഓരോ എലിമെന്റിന്റെയും കോഫാക്ടർ കണ്ടുപിടിച്ച് ആ കോഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഫോം ചെയ്യുന്ന മെട്രിക്സിനെയാണ് കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഓരോ എലിമെന്റിന്റെയും? അത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ആ കോഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് മെട്രിക്സ് ഫോം ചെയ്താൽ അതിനെ നമുക്ക് ഇങ്ങനെ പറയാം. ഇതാ C11, C12, C13 എന്ന് പറഞ്ഞ C11 എന്ന് പറഞ്ഞ കോഫാക്ടർ ഓഫ് എലിമെന്റ് A11. ഇത് C12 മീൻസ് കോഫാക്ടർ ഓഫ് എലിമെന്റ് A12, കോഫാക്ടർ ഓഫ് എലിമെന്റ് A13. ഇത് കോഫാക്ടർ ഓഫ് എലിമെന്റ് A21, കോഫാക്ടർ ഓഫ് A22, കോഫാക്ടർ ഓഫ് A23, കോഫാക്ടർ ഓഫ് A31 എക്സെട്ര എക്സെട്ര. അങ്ങനെ ഒരു കോഫാക്ടർ മെട്രിക്സ് ഫോം ചെയ്ത ശേഷം അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുക. അങ്ങനെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന മെട്രിക്സിനെയാണ് അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ് എങ്കിൽ അഡ്ജോയിന്റ് ഓഫ് എ, അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ എന്ന് പറയുന്ന ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. അതിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അഡ്ജോയിന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതെങ്ങനെയാണ് ആ അഡ്ജോയിന്റ്, ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിന്റ് മെട്രിക്സ് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അതിലുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അഡ്ജോയിന്റ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അതുവഴി മനസ്സിലാക്കാം. Find the adjoint of A equal to matrix 0, 1, 2, 1, 2, 3, 3, 1, 1. ഇവിടെ ഒരു മെട്രിക്സ് എ എന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുക, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അഡ്ജോയിന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ. എയുടെ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞത്. ഓക്കെ, അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഓരോ എലിമെന്റിന്റെയും കോഫാക്ടർ കണ്ടുപിടിക്കണം. കോഫാക്ടർ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് നേരത്തെ പഠിച്ചു. അപ്പോൾ കോഫാക്ടർ സീറോയുടേത് 1, 2, 1, 2, 3, 3, 1, 1. ഈ 9 എലിമെന്റ്സിന്റെയും കോഫാക്ടർ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ കോഫാക്ടർ ഓഫ് A11, A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള എലിമെന്റ്, അതായത് 0. കോഫാക്ടർ ഓഫ് 0 എങ്ങനെയാ കണ്ടുപിടിക്കുക? അറിയാം നമുക്ക്. -1 റേസ് ടു റോ നമ്പർ പ്ലസ് കോളം നമ്പർ, അതായത് 1, 1 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബാക്കിയുള്ള എലിമെന്റ്സ് റോയും കോളവും. 0 ഉൾക്കൊള്ളുന്ന റോയും കോളവും ഒഴിവാക്കിയ 2, 3, 1, 1, 2, 3, 1, 1 അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ -1 കിട്ടുന്നു. അതുപോലെ കോഫാക്ടർ ഓഫ് A12, 12 എന്ന് പറഞ്ഞാൽ ഈ 1, ഇതിൻ്റെ കോഫാക്ടർ വരുന്നത് 8 ആണ്. അതുപോലെ കോഫാക്ടർ ഓഫ് A13, 13 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൻ്റെ കോഫാക്ടർ വാല്യൂ -5 ആണ്. അതുപോലെ കോഫാക്ടർ ഓഫ് A21, A21 എന്ന് പറഞ്ഞാൽ ഈ 1, 1ൻ്റെ കോഫാക്ടർ വാല്യൂ 1 ആണ്.
കോഫാക്ടർ ഓഫ് A22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇതാ ഈ 2ന്റെ കോഫാക്ടർ ആണ് A22 എന്ന് പറയുന്നത്. കോഫാക്ടർ -6 ആണ്. അങ്ങനെ ഓരോ എലിമെന്റിന്റെയും കോഫാക്ടർ കണ്ടുപിടിക്കുന്നതാണ് 3 ആണ്. മറ്റൊന്ന് -1 2 -1. ഓക്കെ, ഇങ്ങനെ A33 വരെയുള്ള അവസാനത്തെ എലിമെന്റ് ആയ A33 ആണിത്. അതായത് 1 വരെയുള്ള 9 എലിമെന്റ്സിന്റെ കോഫാക്ടർ വാല്യൂ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഫസ്റ്റ് എലിമെന്റ് ആയ ഈ 0 എന്നുള്ളതിന്റെ കോഫാക്ടർ ആണല്ലോ ഇത് -1. 1ന്റെ കോഫാക്ടർ ആണല്ലോ 8. 2ന്റെ കോഫാക്ടർ ആണ് -2. അതുപോലെ 1ൻ്റെതാണ് 1, 2ൻ്റെത് -6, 3ൻ്റെത് 3, 3യുടേത് -1, 1ൻ്റെത് 2, ലാസ്റ്റ് ഈ 1ൻ്റെത് -1. ഇതെല്ലാം അതാത് സ്ഥാനങ്ങളിൽ നമ്മൾ കാണിച്ചുകൊണ്ടൊരു മെട്രിക്സ് ഫോം ചെയ്ത് കഴിഞ്ഞ് ഇതിനെയാണ് കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ എന്ന മെട്രിക്സിന്റെ കോഫാക്ടർ മെട്രിക്സ് ആണിത്. ഓക്കെ, ഇനി അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്രാൻസ്പോസ്. ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി വരും. -1 8 -5, -1 8 -5 ഫസ്റ്റ് കോളമായി. സെക്കൻഡ് റോ 1 -6 3 സെക്കൻഡ് റോ ആണ്, അത് സെക്കൻഡ് കോളം ആകും. 1 -6 3. തേർഡ് റോ -1 2 -1 അത് തേർഡ് കോളം ആകും. -1 2 -1. ഓക്കെ, ഇങ്ങനെ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടെത്തിയപ്പോൾ കിട്ടി ഈ മെട്രിക്സിനെയാണ് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജോയിന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് 1 -1 2 4 0 6 0 1 -1. ഓക്കെ, ഈ പ്രോബ്ലം ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുക. അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസർ തന്നെയല്ലേ എന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ, കുറച്ചുകൂടെ മനോഹരമായ, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫൈൻഡ് ദി അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് 1 1 1 1 2 -3 2 -1 3. Also verify A into adjoint A is equal to adjoint A into A equal to determinant of A into I. I എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, അത് വെരിഫൈ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അഡ്ജോയിന്റ് ഓഫ് എ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ആണ്. അപ്പോൾ കോഫാക്ടർ വാല്യൂ ഓരോ എലിമെന്റിന്റെയും കോഫാക്ടർ കണ്ടുപിടിക്കണം. ഇവിടെ 9 എലിമെന്റ്സ് ഉണ്ട്. 9 എലിമെന്റ്സിന്റെയും കോഫാക്ടർ ഇതിവിടെ കണ്ടിട്ടുണ്ട്. 3 -9 -5 ഇത് ഫസ്റ്റ് റോയിലുള്ള എലിമെന്റ്സിന്റെ കോഫാക്ടർ ആണ്. പിന്നീട് -4 1 3 ഇത് സെക്കൻഡ് റോയിലുള്ള 3 എലിമെന്റ്സിന്റെ കോഫാക്ടർ വാല്യൂ ആണ്. -5 4 1 ഇത് തേർഡ് റോയിലുള്ള 3 എലിമെന്റ്സിന്റെ കോഫാക്ടർ വാല്യൂ ആണ്. അപ്പോൾ ഈ 9 കോഫാക്ടർ വാല്യൂവും കാണിച്ചുകൊണ്ട് നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കിട്ടി. ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ്. അഡ്ജോയിന്റ് ഓഫ് എ അഡ്ജോയിന്റ് എ ഈക്വൽ ടു മെട്രിക്സ് 3 -4 -5 -9 1 4 -5 3 1. ഓക്കെ, ഇതാണ് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഇനി ആ ക്വസ്റ്റ്യനിൽ രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താ നോക്കൂ. അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിച്ചു. ഓൾസോ വെരിഫൈ എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. അപ്പൊ ഇത് മൂന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതെല്ലാം കണ്ടുപിടിച്ചാൽ മൂന്നും ഈക്വൽ ആണ് എന്ന് വെരിഫൈ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എ ഇൻറ്റു അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കണം. പിന്നീട് അഡ്ജോയിന്റ് എ ഇൻറ്റു എ കാണണം. പിന്നീട് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ, ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ഇതെല്ലാം സെയിം ആണെന്ന് വെരിഫൈ ചെയ്യണം. നമുക്ക് ആദ്യം എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഒന്ന് നോക്കാം. എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഇതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അഡ്ജോയിന്റ് എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എ ഇൻറ്റു അഡ്ജോയിന്റ് എ, രണ്ട് മെട്രീസസ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നറിയാം. ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളത്തിലുള്ള എലിമെൻസുമായി മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1 × 3
പ്ലസ് 1 ഇൻറ്റു മൈനസ് 9 പ്ലസ് 1 ഇൻറ്റു മൈനസ് 5. ഓക്കെ, അതാണ് ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലിമെൻറ്റ്. പിന്നീട് ഫസ്റ്റ് റോ തന്നെ എടുക്കുക, പക്ഷേ സെക്കൻഡ് കോളം എടുക്കുക. 1 ഇൻറ്റു മൈനസ് 4 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 3. ഓക്കെ, പിന്നെ ഫസ്റ്റ് റോ തന്നെയാണ് എടുക്കേണ്ടത്, പക്ഷേ തേർഡ് കോളമാണ് എടുക്കേണ്ടത്. 1 ഇൻറ്റു മൈനസ് 5 പ്ലസ് 1 ഇൻറ്റു 4 പ്ലസ് 1 ഇൻറ്റു 1. ഇങ്ങനെ സെക്കൻഡ് റോ തേർഡ് റോയിലും കിട്ടും. അങ്ങനെ നമുക്ക് അഡ്ജോയിന്റ് എ കിട്ടുന്നു. എത്രയാണ്? മെട്രിക്സ് -1 0 0 0 -11 0 0 0 -11 0 0 0 -11. ഇതാണ് അഡ്ജോയിന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ എന്ന് പറയുന്നത്. ആൻസർ കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അഡ്ജോയിന്റ് എ ഇൻറ്റു എ എത്രയാ വരിക എന്ന് നോക്കാം. അതും ആൻസർ കിട്ടിയത് സെയിം ആണ്. ഇതാ അഡ്ജോയിന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എയും അഡ്ജോയിന്റ് എ ഇൻറ്റു എയും ഒരേ ആൻസർ തന്നെ കിട്ടി. ഇനി എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മൂന്നാമത്തത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കൂ. ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ എ ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഡിറ്റർമിനന്റ് എ കാണുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. -11 ആണ് കിട്ടുന്നത്. അപ്പോൾ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് വാല്യൂ -11 ആണ്. -11 ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. എന്താ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ക്വയർ മെട്രിക്സിലുള്ള പ്രിൻസിപ്പൽ ഡയഗണലിലുള്ള എലിമെന്റ് എല്ലാം 1 ആയിരിക്കുകയും ബാക്കിയെല്ലാം 0. ഓക്കെ, അതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് വാല്യൂ ആയ -11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്കാലാർ കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓരോ എലിമെന്റിനെയും -11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു മെട്രിക്സ് -11 0 0 0 -11 0 0 0 -11. അപ്പോൾ ഇതെല്ലാം സെയിം ആണ്. അതായത് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സെയിം ആണ്. ഒരേ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് വളരെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുകയാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.